ഹായ് മലയാളീസ്, നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെ ഇന്ത്യൻ മഹാരാജ്യത്തിൻ്റെ, നമ്മുടെ ജീവനായ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാഗ്വാദങ്ങളും വാക്കുകൾ കൊണ്ടുള്ള പ്രത്യാക്രമണങ്ങളും ആക്രമണങ്ങളും, അത് വിദേശത്ത് പോയും വാക്കുകൾ കൊണ്ടുള്ള ആക്രമണങ്ങളും, ഇതൊക്കെ ആരെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. അത് ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ആക്രമണങ്ങളാണോ പ്രതിപക്ഷം നടത്തിയിട്ടുള്ളതെന്നും ഭരണപക്ഷം നടത്തിയിട്ടുള്ള കർമ്മങ്ങൾ അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണോ എന്നുള്ളതാണ്. അത് നമുക്ക് വിശകലനം ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം വരുന്നത് കൊണ്ട് നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ നമുക്ക് ഈ വിമർശനങ്ങളും ഈ വാദപ്രതിവാദങ്ങളും അത് പ്രതിപക്ഷത്തിന് ഗുണം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അതിൽ നോക്കുന്നത്. അത് ഭരണപക്ഷത്തിന് എങ്ങനെ ദോഷം ചെയ്തു ഗുണം ചെയ്തു എന്നുള്ളതും നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ആരോപണത്തിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു വലിയ സമ്പത്ത് വ്യവസ്ഥയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 12 വർഷമായിട്ടുള്ള ഇവരുടെ വാക്പ്രതിവാദങ്ങളും വാദങ്ങളും എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്ത്യ എന്ന രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു സംശയവുമില്ല. അതിൽ എല്ലാവരും അഭിമാനിക്കുന്നു. ലോകമെമ്പാടും എല്ലാവർക്കും നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ പുറം രാജ്യങ്ങളിൽ പോകുന്നവർക്ക് ശരിക്കും അറിയാം എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും നമ്മൾക്ക് എന്തിനു വേണ്ടിയാണ് ഈ പ്രതിപക്ഷം ഈ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും എന്നുള്ളത് നോക്കാം. അതിലെന്തെങ്കിലും കഴമ്പുള്ള കാര്യങ്ങളാണോ, അത് ജനോപകാരപ്രദമായിട്ടുള്ളതാണോ എന്നുള്ളതും നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ വിലയിരുത്തുക. അത്രമാത്രമേ ഉള്ളൂ. അത് നമുക്ക് വിശദീകരിച്ച് പറയാനായിട്ട് നമുക്ക് സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ വിലയിരുത്തുക പറയുന്നതെല്ലാം കേട്ട്. അപ്പോൾ ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത്, നമ്മളുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ശക്തി അറിയാതെ നമ്മളുടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മോദിജി എന്ന അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷമായിട്ടുള്ള രാജ്യസേവനത്തിന് വിലയറിയാതെ ആണോ നമ്മളുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകുന്നത് കൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. വളരെയധികം ഇൻസൾട്ട് ചെയ്യാനായിട്ട് മാത്രമായിട്ട് മോദിജിയുടെ ലൈഫ് ഇവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ ഇങ്ങനെ നിരന്തരം അത്രയധികം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യത്തെ അനുഭവമായിരിക്കാം ഒരു പ്രധാനമന്ത്രി ഇത്രയധികം അവഹേളിക്കുന്നതും അപഹസിക്കുന്നതും വളരെ പരിഹസിക്കുന്നതുമായിട്ടുള്ള നിലപാടുകൾ കൈക്കൊണ്ടുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അത് യാതൊരു രീതിയിലുള്ള ക്വാളിറ്റിയും ഇല്ലാത്ത രീതിയിൽ പോലും പല രീതിയിലും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് സംസാരിക്കേണ്ടി വരുന്ന രാജ്യത്തിനും വളരെയധികം ദോഷം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കത് സംസാരിക്കാതിരിക്കാൻ വയ്യ, നമുക്ക് പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ പോലെയാണ്. എന്നുവെച്ചാൽ നമ്മളുടെ മനസ്സിനും ഭയങ്കരമായിട്ട് അത് പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ഇത് ഉണ്ടാവും. നമുക്ക് ഇങ്ങനത്തെ ഒരു മാധ്യമം ഉണ്ടായിട്ട് നമ്മളത് ചെയ്തില്ല എന്നുള്ളത് നമുക്ക് തോന്നരുത് പിന്നീട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ആദ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം റഫാലായിരുന്നു. അത് വളരെയധികം ദോഷം ചെയ്യുകയാണ് കോൺഗ്രസ്സിന് ചെയ്തത്. പ്രതിപക്ഷ പാർട്ടിയെ തന്നെ എടുത്ത് ഇല്ലാതാക്കിയ ഒരു ആരോപണമായിരുന്നു റഫാൽ എന്ന് പറഞ്ഞത്. ചൗക്കിദാർ ചോർഹെ, പ്രധാനമന്ത്രി കള്ളനാണ്, രാജ്യത്തിൻ്റെ കാവൽക്കാരൻ കള്ളനാണെന്ന് എല്ലാ വേദികളിലും നടന്ന് പറഞ്ഞ് ഈ കാക്കയോടും പൂച്ചയോടും പറയുന്ന പോലെയൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പ്രധാനമന്ത്രി ഒരക്ഷരം അതിനെ പറ്റി എതിർത്ത് പറഞ്ഞില്ല. സാധാരണ അങ്ങനെയുള്ളൊരു ഇത് കേൾക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യക്കാരുടെ മനസ്സിന് ഒരു വേദനയാണ് അതൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ അണികളിൽ പോലും അത് വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു കാര്യം. അതിൻ്റെ ഫലം അവർ അനുഭവിക്കാനായത് 2019 തോൽക്കുക തന്നെ ചെയ്തു കോൺഗ്രസ്. അപ്പോൾ പ്രതിപക്ഷ പാർട്ടിയെ അത് പ്രതികൂലമായിട്ട് ബാധിച്ചു. രണ്ടാമത് ഇവർ പൊക്കിക്കൊണ്ടുവന്നത് ഗുജറാത്ത് കലാപമായിരുന്നു. കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത് ഏതൊരു BBC-നെയൊക്കെ വിദേശത്തുനിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന് നമ്മളുടെ യൂണിവേഴ്സിറ്റികളിൽ കുഞ്ഞുങ്ങളിൽ അത് കുട്ടികളിൽ ഒരു ഗുജറാത്ത് പോലുള്ളൊരു കലാപം സ്ക്രീൻ കെട്ടി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മളെ രാജ്യത്ത് ഇത്രയും മോശമായിട്ടുള്ളൊരു പ്രതിപക്ഷ ആഹ്വാനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത്. അതും വളരെയധികം ബാധിച്ചു. അതിൽ ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ അന്വേഷിച്ചറിഞ്ഞപ്പോൾ ജനങ്ങൾ അതൊക്കെ പുച്ഛത്തോടു കൂടി തള്ളിക്കളഞ്ഞു. അതിൻ്റെ എഫക്റ്റും കോൺഗ്രസ്സിന് തന്നെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനായ ഇന്ത്യ മഹാസഖ്യത്തിന് തന്നെയാണ് ഉണ്ടായത്. അതിൽ മോദിജീനെ സുപ്രീം കോടതി വെറുതെ അതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടുള്ളൊരു സംഭവമാണ് ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞു ജനങ്ങൾക്ക്. പിന്നെ കൊണ്ടുവന്നതാണ് നമ്മളുടെ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞത്. അദാനി
അദാനി അല്ലെങ്കിൽ ബിസിനസ്സുകാർ നാടിൻ്റെ നട്ടെല്ലാണ്. അവർക്ക് കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നികുതി കൊണ്ടാണ് നമ്മളുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ വികസനങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടന്നു പോകുന്നത്. അപ്പോൾ അതിന് ഒരു തെളിവും വെളിവും ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കടലാസൊക്കെ പൊക്കി കൊണ്ടുവന്ന് അതിനെ ഈ സമയം കളയാൻ വേണ്ടി പാർലമെൻറ്റിലും ലോകസഭയിലും കൂവി വിളിക്കലും. നമ്മൾ കേരളത്തിൽ നിന്ന് പോലും ഒരു 19 പേര് അന്നുണ്ടായിരുന്നു, ഇപ്പോൾ 18 പേരുണ്ട്, അല്ല 19 പേരും തന്നെയുണ്ട്. അതിലിപ്പോൾ മഹാസഖ്യമാണല്ലോ. അപ്പോൾ അവരൊക്കെ പോയിട്ട് അവിടെ നിന്നിട്ട് കൂവി വിളിക്കുകയാണ്. എന്താണ് ജനങ്ങൾക്ക് ഇവരെന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് കേരളത്തിലേക്ക്? ഇപ്പോൾ വന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആലപ്പുഴയിൽ അവിടെ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചു, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് അനുവദിച്ചു, റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റേ ഇതിങ്ങനെ ചെയ്തു. ഇതൊക്കെ ഇവർ ഇലക്ഷൻ സമയത്ത് വന്നിട്ട് എട്ടുകാലി മമ്മൂഞ്ഞുകളെ പോലെ ഇങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? ഇവരൊക്കെ പോയി കൂവി വിളിക്കാനും അവിടെ പോയി ബാനർ പിടിക്കാനും മോദിയെ തെറി പറയാനും ഇരിക്കുന്ന സമയം കൊണ്ട് എന്ത് കൂവലാണ് അവിടെയൊക്കെ നടക്കുന്നത്? നമുക്ക് അരോചകം തോന്നും. നമ്മളൊക്കെ അത് കേട്ടിരിക്കുമ്പോൾ നമുക്ക് എന്തൊരു അസ്വസ്ഥത തോന്നും. അത്രയധികം ഒരു ചന്ത ലൈൻ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ലോകസഭയും പാർലമെൻറ്റ് സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത്. എന്ത് കാര്യത്തിനാണോ? ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ല. ജനങ്ങൾക്ക് 5 പൈസ ഇവിടെ ഇവർ കൊണ്ടുവന്നിട്ടില്ല. പ്രതിപക്ഷം എന്ന് പറയുന്ന പ്രതിപക്ഷം അവരുടെ പാർട്ടി വളർത്താനായിട്ട് ഇവരിങ്ങനെ കൂവിക്കൊണ്ട് നശിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാതെ വിഡ്ഢികളെ പോലെ കൂവിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പറ്റിയ ഒരു പ്രതിപക്ഷ നേതാവുമാണ് എന്നുള്ളത് പറയാതെ വയ്യ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ കമ്പനി തന്നെ പൂട്ടിപ്പോയി. എന്നുവെച്ചാൽ അതിൽ സത്യം ഉണ്ടായിരുന്നില്ല, സത്യം അല്ലായിരുന്നു. അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ജോർജ് സോറോസ് എന്ന് പറഞ്ഞ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഹിൻഡൻബർഗ് ഈ ഇന്ത്യക്കെതിരായിട്ട് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് എന്നുള്ളത് പിന്നീട് തെളിഞ്ഞിന്. അപ്പോൾ അത് അവിടെ അവസാനിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞു ഇന്ത്യൻ നമ്മളുടെ എല്ലാവരുടെയും ഒരു യുദ്ധം നമ്മുടെ ലൈഫിലൊക്കെ നമ്മളിപ്പോൾ അപൂർവമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. ശരിക്കും 3 ദിവസം കൊണ്ട് പാകിസ്ഥാനെ കിടുകിട വിറപ്പിച്ചു. ലോകം മൊത്തം ഇന്ത്യയെ ശരിക്കും ഉറ്റുനോക്കിയ ഒരു നിമിഷങ്ങളായിരുന്നു ആ 3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ദിവസങ്ങളിൽ ജനങ്ങൾ വളരെയധികം ആകാംക്ഷയിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞ് പാകിസ്ഥാനെ പാടെ തകർത്ത് അവരെ പേടിച്ച് വിറച്ചു കഴിഞ്ഞ സന്ദർഭത്തിൽ നമ്മുടെ പ്രതിപക്ഷം ചോദിക്കുന്നത് എത്ര റഫാൽ വിമാനങ്ങൾ വീണു, നമ്മളുടെ 7 വിമാനങ്ങൾ വീണെന്ന് തകർത്തു എന്നുള്ളത് പാകിസ്ഥാൻ പറയുന്നുണ്ടല്ലോ, നമ്മൾക്കാണ് നാശനഷ്ടം കൂടുന്നതെന്നുള്ളത് പാകിസ്ഥാൻ പറയുന്നുണ്ടല്ലോ. അതല്ലേ ശരി? നിങ്ങൾ പറയുന്നതല്ല ശരി. ഇവിടെ കരസേന മേധാവിയും യുദ്ധത്തിൽ പങ്കെടുത്തവരും എല്ലാവരും പറയുന്നുണ്ട് ഇന്ത്യ വിജയിക്കുകയാണ് ചെയ്തതെന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് സമ്മതിക്കുകയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പാകിസ്ഥാനും മറ്റുള്ള നമ്മുടെ ശത്രു രാജ്യങ്ങൾക്കൊക്കെ പറയാനും അവർക്ക് ന്യൂസാക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യത ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മളുടെ ഈ AI സമ്മിറ്റാണ്. 45 രാജ്യങ്ങൾ പങ്കെടുത്ത ഇത്രയും രാജ്യങ്ങളെ ഒന്നിച്ച് ഇവിടെ എത്തിക്കാനായിട്ട് എത്ര കഷ്ടപ്പെട്ട് കാണും നമ്മളുടെ ഭരണകൂടം. അത് ഇവിടെ കൊണ്ടുവന്നു ഒരു AI സമ്മിറ്റ്. വരും തലമുറയ്ക്ക് വേണ്ടി AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരും തലമുറയെ നിയന്ത്രിക്കാനുള്ളൊരു മാധ്യമമാണ്. ആ AI സമ്മിറ്റിനെ ഇവിടെ കൊണ്ടുവന്ന് 45 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു വലിയ ഉടമ്പടികൾ ഇവിടെ നടക്കുന്ന സമയത്ത് ഈ നമ്മളുടെ ഇതിൻ്റെ മാറ്റു കുറയ്ക്കാൻ വേണ്ടി എന്തിനു കുറയ്ക്കുന്നു? രാജ്യത്തെ നാണം കൊടുത്ത് ഇവർക്ക് രാഷ്ട്രീയ പാർട്ടികൾ നടത്താനോ? ഇതുപോലുള്ള ഊച്ചാളി കളികൾ കളിക്കാനായിട്ടാണെങ്കിൽ ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പൊക്കിയും കൊണ്ട് നടക്കുന്ന അണികൾക്കല്ലേ നാണം കെടേണ്ടത്, അവർക്കല്ലേ നാണം തോന്നേണ്ടത് എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. AI സബ്മിറ്റ് എന്ന് പറഞ്ഞതിനെ തുണി ഒരിഞ്ഞ് കാണിച്ച് എന്തിനു വേണ്ടി? ഒരു ബുദ്ധി കെട്ട ഒരു വിവരമില്ലാത്ത ഒരു പ്രവൃത്തിയായി പോയി എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. നിർത്തുന്നു. ഹായ് മലയാളീസ്.